അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു ഗീ റൈസ് ഉണ്ടാക്കിയാലോ? ട്വിസ്റ്റ് ഉണ്ട്, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാനപ്പോൾ ക്യാരറ്റിനും സവാളയൊക്കെ എടുത്തിട്ട് കുനുകുനാന്ന് അരിയുന്നുണ്ട്. കുക്കർ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഈ ഓയിൽ ഒഴിക്കുന്നതേ നമ്മൾ ഈ ബിരിയാണിയിലും ഗീ റൈസിലൊക്കെ കണ്ടിട്ടില്ലേ, മേലെ കരിഞ്ഞെടുക്കുന്ന സവാള, അതുണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അത് നന്നായിട്ട് ഇളക്കിയിട്ട് നല്ല രീതിക്ക് ഇളക്കി കരിച്ചെടുക്കണം. എൻ്റെ കുറച്ച് കൂടുതൽ കരിഞ്ഞു പോയിട്ടുണ്ട്, കരിക്കാണ്ട് എടുക്കുക. ഇപ്പോൾ ഗീ റൈസ് ആണല്ലോ, ഗീ എന്തായാലും വേണം. ഗീ ഇട്ടിട്ട് അതിലേക്ക് ബാക്കിയുള്ള സവാള ഇട്ട് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒപ്പം പട്ടയും ഗ്രാമ്പും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് ക്യാരറ്റും കൂടി ഞാൻ ഇടുന്നുണ്ട്. ക്യാരറ്റും ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനൊപ്പം കഴുകി വെച്ചിരിക്കുന്ന അരിയിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് ഉണ്ടല്ലോ, അത് ഇങ്ങനെയാകും. ഗീ റൈസ് അല്ല, ഗീ കഞ്ഞിയായിപ്പോയി, കുറച്ച് കൂടുതൽ വെള്ളമായിപ്പോയി. എന്ത് ചെയ്യാനാ? അപ്പോൾ ഇത്രയേ ഉള്ളൂ.